തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്ന് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ആ തിങ്ക് ബിഫോർ, അതായത് സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുകയാണ് പറയുന്നത്. അപ്പോൾ ഈ തിങ്ക് എന്നുള്ളതിനൊരു ഫുൾ ഫോം ഉണ്ട്, പല രീതിയിലും ഉണ്ടാവുമായിരിക്കാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഒരെണ്ണമാണിത്. അതിൽ ടി, അതായത് ട്രൂ. ഇസ് ഇറ്റ് ട്രൂ? നമ്മൾ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ? അന്ന് ഒരാളോട് നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കാം, ഞാൻ ഈ പറയാൻ പോകുന്നത് സത്യമാണോ? ഒരുപക്ഷെ നമ്മുടെ അടുത്ത് വേറെ ആരെങ്കിലും പറഞ്ഞതായിരിക്കും, നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. നമ്മളോട് ആരെങ്കിലും പറഞ്ഞൊരു കാര്യമായിരിക്കാം, അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ വി കീപ് ക്വയറ്റ്. അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മേ ബി വേറെ എന്തെങ്കിലും ആയിരിക്കാം അതിൻ്റെ സത്യം. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഫോം ചെയ്തെടുത്തതായിരിക്കാം. ഇനി അങ്ങനെയല്ല, നമ്മൾ തന്നെയാണ് അത് പറയുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ സത്യമല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നമ്മൾ പറയാതിരിക്കാം. പിന്നെ സെക്കൻഡ്, ടി കഴിഞ്ഞു. അപ്പോൾ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, ഇസ് ഇറ്റ് ട്രൂ? ഞാൻ പറയാൻ പോകുന്ന കാര്യം. സെക്കൻഡ് തിങ്, ഹെൽപ്ഫുൾ, എച്ച്. ഞാനിത് പറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കുമോ? പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ആർക്കും ഉണ്ടാകത്തില്ലെങ്കിൽ വെറുതെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ കീപ് ക്വയറ്റ്. അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് ഹെൽപ്ഫുൾ ആവുന്നതിനേക്കാട്ടിലുപരി ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് ആ കാര്യമെങ്കിൽ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ THI, ഐ എന്ന് പറയുമ്പോൾ ഇൻസ്പയറിങ്. ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് ആർക്കെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുമോ? ഇൻസ്പിറേഷൻ വരുമോ? പ്രചോദനം ഉണ്ടാകുമോ? അങ്ങനെ പ്രത്യേകിച്ച് പ്രചോദനമൊന്നും ഇല്ല. വെറുതെ കാഷ്വൽ ടോക്സിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറ്റുന്നതാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്നായിരിക്കാം പറയുന്നത്. ആ സമയത്ത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് പറയുമല്ലോ, നമുക്ക് മനസ്സിൽ തോന്നുന്നൊക്കെ. ആ പറയുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പോൾ ഇൻസ്പയറിംഗ് അല്ല, ഇൻസ്പയറിംഗ് ആകാൻ യാതൊരു ചാൻസും ഇല്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതങ്ങ് ഇരുന്നേക്കുക. പിന്നെ THIN, എന്ന് പറയുമ്പോൾ നെസസറി. ഇതിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ? അത്യാവശ്യമൊന്നും ഇല്ല എങ്കിൽ എന്തിനാ വെറുതെ പറഞ്ഞ് സമയം കളയണ്ട. അത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആ സാഹചര്യത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആർക്കും ഒരു ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണെങ്കിൽ നെസസറി അല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അത്ര നെസസറി അല്ല എങ്കിൽ മിണ്ടാതെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ കുഞ്ഞു മക്കളോടായാലും ശരി, മുതിർന്നവരോടോ നമ്മുടെ സമപ്രായക്കാരോടോ ആരോടായാലും. പിന്നെ ലാസ്റ്റ് K, കൈൻഡ്. ഞാൻ സംസാരിക്കുന്നത് കൈൻഡായിട്ടാണോ? അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കൈൻഡായിട്ടാണോ? എൻ്റെ ടോൺ എന്താണ്? കുറച്ചും കൂടെ എനിക്ക് ഒരു മോഡുലേഷൻ വരുത്തിയാൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പറയാൻ പറ്റുമോ? സോ ഇതൊക്കെ നമ്മളോട് തന്നെ ഒരു കാര്യം നമ്മളോട് കാര്യം പറയുമ്പോഴും ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും വേറൊരാളോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളോടൊന്ന് ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ട്രൂ ആണോ? ഹെൽപ്ഫുൾ ആണോ? ഇൻസ്പയറിംഗ് ആണോ? നെസസറി ആണോ? കൈൻഡ് ആണോ? ദാറ്റ് ഇസ് തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നുമായിരിക്കും, ദേഷ്യം വന്നിരിക്കുമ്പോഴാണോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സങ്കടം വന്നിരിക്കുമ്പോഴാണോ? ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കത്തില്ല, അപ്പോൾ ആ ഒരു ഇമോഷനിൽ എല്ലാവരും പറയും എന്ന് എല്ലാവർക്കും തോന്നാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ആ ഒരു ദേഷ്യത്തിൽ എനിക്കിതൊന്നും തോന്നത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരു ഹാർഡ്ലി ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ്സ് എടുക്കുള്ളൂ. ഒന്ന് പോസ് ചെയ്യുക, ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ എന്തെങ്കിലും കാര്യം കേൾക്കുന്ന ഉടനെ പിന്നെ നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല എന്ന് നമ്മളായിട്ട് തന്നെ ഒരു കൺക്ലൂഷൻ വെക്കുന്നതിന് പകരം ജസ്റ്റ് ട്രൈ ഇറ്റ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്കുക, എന്നിട്ടല്ലേ അറിയുള്ളൂ പറ്റുമോ ഇല്ലയോ എന്ന്. നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ എന്താ ചെയ്യാറ്? നമ്മളതൊന്ന് ഉണ്ടാക്കി നോക്കും. എല്ലാം അല്ലെങ്കിൽ പോലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി നോക്കും അല്ലേ? എന്നിട്ടല്ലേ അത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മതിയാവുമായിരിക്കാം അത് വർക്കൗട്ട് ആകാൻ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുന്ന കേൾക്കുമ്പോൾ ആദ്യമേ അങ്ങ് നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞൊക്കെ പറയാം, അങ്ങനെയൊന്നും അല്ല അതിൻ്റെ ഫാക്റ്റ് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും ഇപ്പം ഒരുപക്ഷെ നമുക്കൊരാളോട് താല്പര്യക്കുറവ് കൊണ്ടായിരിക്കാം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്, വടേവർ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ അവരെ പറയുന്ന ആ കാര്യത്തിനകത്ത് എന്തെങ്കിലും സത്തുണ്ടോ എന്നൊന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു വീഡിയോ കാണുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിലാരോടെങ്കിലും സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ആ പറയുന്ന ഉടനെ ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നതിന് പകരം ഒന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. ഇപ്പോൾ വീഡിയോസിലിപ്പം എന്താ പറയുക, സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് വീഡിയോസിൻ്റെ താഴെ കമൻസ് കാണാം, വളരെ വൾഗറായിട്ട് അങ്ങനത്തെ കമൻസൊക്കെ കാണാം. പ്രത്യേകിച്ച് ഗുണമൊന്നുമുള്ള കമൻ്റ് അല്ല എങ്കിൽ കുറേ എന്താ പറയുന്നത്
അത് വായിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്തിടുന്നതുകൊണ്ട് നമുക്ക് മേ ബി എന്തെങ്കിലും സന്തോഷ സമാധാനം ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ പലരും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്ത ഒരു കമൻ്റ് ആണെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ വെറുതെ നിങ്ങളുടെ സമയം നമ്മുടെ സമയമൊക്കെ കളയേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം മാത്രമല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ പൊതുവേ സംസാരിക്കുമ്പോഴാണെങ്കിലും കുറച്ച് പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നൊരു കമൻറ്റ് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അത് ഇവനൊരു തമാശയാകാം. തമാശ ചിലപ്പോൾ അത് നമുക്ക് മാത്രമായിരിക്കും തമാശയായിട്ട് തോന്നുന്നത്, കേൾക്കുന്ന ആൾക്ക് തമാശയാകണമെന്നില്ല. ഒരു പക്ഷേ അന്നേരം അവർ റിയാക്ട് ചെയ്യണമെന്നുമില്ല. കാരണം ഒരു പൊതുസഭയിലിരിക്കുമ്പോൾ ചിലപ്പോൾ റിയാക്ട് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ നമുക്ക് മാത്രം എന്താ പറയുന്ന ഒരു ഇത് കിട്ടുന്ന രീതിയിൽ സംസാരിക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിലൊന്നും സംസാരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ അതുകൊണ്ട് തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ.